അനധികൃത ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യാത്തതിൽ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ഇതുവരെ എത്ര ബോർഡുകൾ നീക്കം ചെയ്തു എന്നത് സർക്കാരിനോട് കോടതി ചോദിക്കുന്നു. എത്ര തവണ ഹൈക്കോടതി ഇടപെട്ട വിഷയമാണ്. പിന്നെയും കോടതിക്ക് ഇടപെടാൻ സാഹചര്യം ഒരുക്കി കൊടുക്കുന്നുവെന്നാണ്. രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് കൂടി കോടതി ചോദിക്കുന്നുണ്ട്. അതിന് ഉത്തരം പറയുമോ എന്ന് നമുക്കറിയില്ല. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായിട്ട്. പ്രദീപ്, ഇത് വർഷങ്ങളായി ഈ ഫ്ലക്സ് ബോർഡ് വിഷയത്തിൽ ഹൈക്കോടതി നേരിട്ട് ഇടപെടുന്നു. കോടതി നേരിട്ട് പറഞ്ഞോടുകൂടിയാണ് കുറച്ചെങ്കിലും ചില സ്ഥലങ്ങളിലെങ്കിലും ഒരു മര്യാദയോടുകൂടി അനാവശ്യ സ്ഥലത്ത് നിന്ന് ഈ ഫ്ലക്സ് ബോർഡുകളൊക്കെ പിൻവലിച്ചു തുടങ്ങിയത്. പക്ഷേ ഇപ്പോഴും അതിങ്ങനെ തുടരുന്നു. എന്താണ് ഇത്? ഏത് പുതിയ കേസിലാണ് കോടതി ഇങ്ങനെയൊരു നിലപാടെടുത്തത്? അതിനെ കോടതി ചോദിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായി സർക്കാരിനെ ബോധിപ്പിക്കാൻ പറ്റുമോ? അനധികൃത ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് കോടതി നിരവധി തവണ പല ഉത്തരവുകൾ ഇറക്കിയിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ മാസം 4-ാം തീയതിയും ഉത്തരവിറക്കിയിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ഇന്ന് ഈ കേസ് വീണ്ടും പരിഗണിച്ചത്. ഇതേവരെ എത്രമാത്രം അനധികൃത ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്തു എന്നാണ് സർക്കാരിനോട് ചോദിച്ചത്. മാത്രമല്ല, എത്രമാത്രം പിഴ ഈടാക്കി? ഇത്തരത്തിൽ അനധികൃതമായി ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചവർക്കെതിരെ നിങ്ങൾ എന്ത് നടപടിയെടുത്തു എന്നുള്ള ചോദ്യവും കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ഇക്കാര്യങ്ങളെല്ലാം അടുത്ത ദിവസം കേസ് പരിഗണിക്കുമ്പോൾ ഹൈക്കോടതിയെ അറിയിക്കണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കോടതി ചൂണ്ടിക്കാട്ടിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, രാഷ്ട്രീയ നേതാക്കളുടെയും മറ്റും മുഖം ഫ്ലക്സിൽ നിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിൽ ഈ ഫ്ലക്സുകൾ മൂലം നിരത്ത് മലിനീകരിക്കപ്പെടുന്നതിന് ഒരു ആശ്വാസം കിട്ടിയേക്കും, അല്ലെങ്കിൽ അത് കുറഞ്ഞു വന്നേക്കും എന്നുള്ള ഒരു നിരീക്ഷണവും കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി കോടതി ചൂണ്ടിക്കാട്ടിയത്, എത്ര ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്തു എന്നുള്ളത് അറിയിക്കണം. ഈ ഫ്ലക്സുകൾ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ അല്ലെങ്കിൽ അവയുടെ നേതാക്കൾക്കെതിരെ എന്തുമാത്രം നടപടികൾ സ്വീകരിച്ചു, എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്നുള്ളതും വ്യക്തമാക്കണം. ഇതുകൂടാതെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും വ്യക്തികളും അവരെങ്കിലും ഇത്തരത്തിൽ അനധികൃതമായി ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കില്ല എന്ന തരത്തിൽ അക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് ഉത്തരവിറക്കാൻ സർക്കാരിന് കഴിയുമോ എന്നുള്ള ചോദ്യവും കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അടുത്തയാഴ്ച കേസ് വീണ്ടും പരിഗണിക്കും. അന്നേരം ഇത്തരത്തിൽ എന്ത് നടപടികൾ സ്വീകരിച്ചു എന്ന കാര്യം സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കണം. ശരി. പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.